ഹലോ ഹായ് റജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചെമ്മീൻ ചോറ് വെച്ചാലോ. കുറച്ച് കൊഞ്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചെമ്മീൻ ചോറാണ് ഉണ്ടാക്കുന്നത്. ഇവിടെയൊക്കെ കൊഞ്ചെന്ന് പറയും കേട്ടാ. തിരുവനന്തപുരം സ്റ്റൈലിൽ കൊഞ്ചെന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഇത് നല്ല ഇരുട്ടാണ് ഗൈസ്. ഇതാ സവാള, 4 സവാള എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ അതിന് വേണ്ടുന്ന നമ്മളെ ചോറിന് ആവശ്യമായ സാധനങ്ങൾ. 3-4 കഷ്ണം പോലെ ഇടൂല. എൻ്റെ മക്കൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് അവരതിൻ്റെതായ പട്ടയൊക്കെ കുറച്ചുകൂടെ ഇട്ടാൽ ചോറിന് നല്ല മണം വരുള്ളൂ. അപ്പോൾ അവർക്ക് അതിൻ്റെതായ ടേസ്റ്റിന് വയ്ക്കാം. പിന്നെ കുറച്ച് പെരിഞ്ചീരകം, പിന്നെ ഇത് മല്ലിയില, പിന്നെ തക്കാളി, 3 ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം റെഡിയാക്കി. പിന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ അത് വറുത്തിടാനായിട്ട് കുറച്ച് സവാള, 2 സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് മതിയല്ലോ. ഈ കൊഞ്ച് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പം അതിനാവശ്യമായിട്ട് മഞ്ഞൾപ്പൊടി ഇത്തിരി തോന് വേണം. മുളക് പൊടി മതിയാവുമായിരിക്കും. ഒരു ലേശം കൂടെ ഇടാം. കുറച്ചുകൂടെ ഇടാം. പിന്നെ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് അത് ലൂസായി പോകും. മതിയാവും. ഉപ്പ് മതി. ഉപ്പ് കുറച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഡ്രൈ ആയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ലേശം ഇച്ചിരി വെള്ളം ഒന്ന് നനച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പം നല്ല ഇതായിട്ടുണ്ട്. ഇത് ഒരു 15 മിനിറ്റ് ഇങ്ങനെ വിരവി നമുക്ക് വെച്ച്. ഇതിപ്പോൾ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ തന്നെ ഇതങ്ങ് ചുരുണ്ട് വരും. അപ്പം നന്നായി ഉപ്പും എല്ലാം വിരവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. അങ്ങനെ ഗായ്സ്, ഇതിലാണ് ചോറ് വയ്ക്കുന്നത്. ഉരുളിയിലാണ് വയ്ക്കുന്നത്. അതിൻ്റെ അടപ്പാണിത്. ഇവിടെ ഇരിക്കട്ട്. അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. കൈമയാണ്, ജീരകശാല അരിയാണ്. ഇപ്പം അരമണിക്കൂർ ആയില്ലല്ലേ അരി വെള്ളത്തിൽ? ആയില്ല. 25 മിനിറ്റൊക്കെ ആവുമായിരിക്കും. 15 മിനിറ്റ് ആവും. 15 മിനിറ്റ് ആവും. അപ്പം കുറച്ചുകൂടെ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കിടക്കട്ടെ. അതിനുശേഷം നമുക്ക് ഊറ്റിവാരി വയ്ക്കാം. കൊഞ്ച് വറുക്കാനുള്ള പാത്രം അടുപ്പിലോട്ട് വെച്ച്. എന്തിനാണത്? ഉരുളി എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചേ ഇനിയിപ്പോ പാത്രം മാറ്റണ്ട, ഇതിൽ തന്നെ വറുത്തിട്ട് ആ എണ്ണയിൽ തന്നെ ഈ സാധനം എല്ലാം മസാല പിന്നെ ചോറും അതിൽ തന്നെ അരി ഇടാന്ന് വിചാരിച്ച്. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ പാത്രം. അല്ലെങ്കിൽ പിന്നെ ഇനി അടുത്തത് എടുത്ത് പിന്നെ അത് ഇടം തയ്ക്കാൻ പാടും. ഇതാവുമ്പോ വെളിച്ചെണ്ണ അല്ലേ ഇത്. കൊഞ്ച് മൂത്ത് വരാനായിട്ട് എണ്ണ വേണമല്ലോ. അത് വേണം. പിന്നെ ആ എണ്ണയിൽ തന്നെയല്ലേ നമ്മൾ ഇതും ഉണ്ടാക്കുന്ന മസാല. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചോ. ഓക്കെ, ചട്ടി കനക്കട്ടെ. അപ്പം ഇതിലേക്ക് എണ്ണ ഒഴിക്കണം. വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ മതിയാവൂലേ? ധാരാളം മതി. അപ്പം എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മളെ കൊഞ്ച്, ഇതിപ്പോൾ ഉയരം കുറവ് കൂടുതലായിട്ടാണ് ഇരിക്കണത്. കൊഞ്ചങ്ങനെ നമ്മളെ ചെമ്മീന് ഇതിലോട്ട് ഇടാം. ഇട്ടിട്ട് നമുക്കൊന്ന് പക്ഷേ തട പിടിച്ചേ പറ്റും. നല്ല മണമാണ്. ഇത് തീ ഒന്ന് കുറച്ചിടോ. തീ കുറച്ച് എല്ലാം നിരത്തിയിട്ട് ഇനി ഇച്ചിരി ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം, അല്ലാതെ ഇട്ട് ഇളക്കരുത് കേട്ടോ. ഇളക്കി അത് ഇതായിപ്പോവും. മൊരിഞ്ഞ് വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. പരിവായിട്ടുണ്ട്. ചെറിയ കൊഞ്ച് വയ്ക്കാം. ചെറിയ കുഞ്ഞു കൊഞ്ച്. ഇപ്പം ഇതിൽ നിന്നെല്ലാം കോരിയെടുക്കാം. പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതാ എണ്ണയിൽ
തന്നെ ഇത് കൊഞ്ച് കോരിയെടുത്ത എണ്ണയിൽ അരപ്പും എല്ലാം കൂടെ കിടക്കണമല്ലോ അതിലോട്ടിട്ട് ദാണ്ട ഈ പെരിഞ്ചീരകവും പട്ടയും എല്ലാം കൂടെ ഒന്ന് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത് ഇടാം. ഇഞ്ചിയിലെ വെളുത്തുള്ളിയിലെ മണം നല്ല മണം. തീ കുറച്ച് തന്നെയാണ് തീ കുറച്ചിട്ട് ഇനി പച്ചമുളക് വെച്ചത് അതും കൂടെ ഇനി അതുപോലെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ തളർത്താൻ പലരും കാണും. പലതും പറഞ്ഞ് നമ്മളെ വീഡിയോസുകൾ കണ്ടിട്ട് ചിലർ ആക്ഷേപിക്കുന്നവർ കാണും, കളിയാക്കും. എന്നാലും ഞാൻ തളരരുത്. ഈ വീഡിയോ ചെയ്യണ ആരും തളരരുത്. കളിയാക്കും, നമ്മൾ നല്ലതുപോലെ പറഞ്ഞു വന്നിട്ട് കളിയാക്കുന്നവരൊക്കെ കാണും. അതൊന്നും ഓർത്ത് ആരും ടെൻഷൻ അടിക്കരുത്. എല്ലാവരും വീഡിയോ ചെയ്യണം, നമുക്ക് മുന്നേറണം. സവാള ഇടാം, അരിഞ്ഞു വെച്ചിരിക്കുന്നു. സവാള ഇട്ട് ഞാൻ 2 സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് കയറിയത്. കറക്റ്റ് 2 സബ്സ്ക്രൈബ് മാത്രമേ എനിക്കുള്ളായിരുന്നു. എൻ്റെ മോളും ചെയ്തത്, അല്ലാതെ ആരും അറിഞ്ഞതേ ഇല്ലായിരുന്നു. പക്ഷേ 5K കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞു തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ വീഡിയോ കയറിപ്പോയതിന് ശേഷമാണ് അറിഞ്ഞു തുടങ്ങിയത്. അപ്പോഴേ ആളിയൊക്കൊന്നും ഇഷ്ടപ്പെടുകയൊന്നുമില്ല. സവാള ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. കറിവേപ്പില അതിന് ശേഷം ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാള ഒന്ന് ജസ്റ്റായി വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇനി ഇത് തക്കാളിയും കൂടെ ഇട്ടതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കാം. ഉരുളിയിലായിട്ടാണ് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ ചട്ടിയാണെങ്കിൽ ഇതിന് സൗണ്ട് കേൾക്കില്ല. പക്ഷേ ഉരുളിയിൽ വയ്ക്കുന്നതിന് കുറച്ചുകൂടെ നല്ലത് ഇങ്ങനെ. ഇനി ഇത് മൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ തക്കാളി എല്ലാം അതിനകത്ത് കിടന്ന് വേവട്ട് കുറച്ച് സമയം ഇങ്ങനെ മൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അരമണിക്കൂറായിട്ടുണ്ട്. അരമണിക്കൂറായതിന് ശേഷം ഇത് ഊറ്റി വാരി നമ്മൾ വാലയിൽ വെക്കുന്നു. ഒരടുപ്പിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തക്കാളി എല്ലാം നല്ലതുപോലെ വഴണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ വാലയിൽ ഊറ്റി വെച്ചിരുന്ന അരിയെല്ലാം തോർന്ന് റെഡി ആയിട്ടുണ്ട്. അരിയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 3 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നെയ്യ് ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇത് വറുത്ത് എടുക്കാം. പിന്നെ ഇത് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലി ഇല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പ് ഇതിങ്ങനെ ഇളക്കണത് അതിൻ്റെ മണം ഇതെല്ലാം കൂടി നല്ല ടേസ്റ്റാണ്. മല്ലിയിലയുടെയും ഇതിൻ്റെ അരപ്പിൻ്റെയും അതിനാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഇപ്പം നമ്മളിപ്പോൾ എത്ര എണ്ണ എടുത്തിരിക്കണം? 4 ഇളക്കിയതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കട്ടെ. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പില്ലായിരുന്നു. ഇനി കുറച്ചുകൂടെ ഉപ്പ് വീട്ടിയതിന് ശേഷം ഇനി ഇളക്കിയിട്ട് നോക്കാം. നോക്കിയാണോ? ഉണ്ടല്ലേ. അപ്പം ഇനി ഇത് അടച്ചിട്ട് കൊടുക്കാം ഇളക്കിയിട്ട്. ഇനി അടുത്ത ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ അല്ല നെയ്യാണ് കേട്ടോ, നെയ്യാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനി ഈ നെയ്യ് ഒഴിച്ചത് സവാള വറുത്തെടുക്കാം. സവാളയും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കാം.
അപ്പോൾ ഈ സവാള ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കാം. അടുത്ത് ചോറിരിക്കുകയാണ് കേട്ടോ. ചോറ് വേവാറായി. ഇനി ഇത്തിരി നേരം ഇങ്ങനെ കിടന്നേ ഈ സവാള വഴണ്ട് വരുള്ളൂ, മൂത്ത് വരുള്ളൂ. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഇട്ട് ഇളക്കി നിൽക്കാം. ഇങ്ങനെ ഗൈസ് നമ്മളെ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരുപാട് ഇളക്കിക്കൂടാ, ഇളക്കിയാൽ അത് ചോറ് കൊണ്ട് ഉടഞ്ഞു പോകും. അപ്പം അത് ഉപ്പ് കറക്റ്റ് ഉണ്ട്. ഇപ്പൊ കൊണ്ടല്ല സെറ്റാണോ? അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. അതിലേക്ക് സവാള മൂപ്പിച്ചത് അങ്ങനെ വിതറി കൊടുക്കാം. മൂപ്പിച്ചതാണ്. കാണാൻ അങ്ങനത്തെ ഒരു പണിയൊക്കെ. ഉണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് അടുത്തത് മുന്തിരിങ്ങ. നല്ല ഇതായിട്ടുണ്ട്. ഭംഗിയായില്ലേ കാണാൻ? ടേസ്റ്റും ഉണ്ടല്ലേ? അപ്പോൾ ഇതെല്ലാം റെഡിയായി. ഇനി പ്രധാനപ്പെട്ട നമ്മുടെ കൊഞ്ച് പൊരിച്ച് വെച്ചിരിക്കുന്നത് ഇതിലോട്ട്. ഇത് സവാള എല്ലാം കൂടെ വഴറ്റിയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് കാണാനുള്ള ഇതായിരിക്കും. അത് ഇറക്കി വെച്ചതിന് ശേഷം ഇതിങ്ങനെ ഇട്ട് സെറ്റാക്കിയിട്ട് നമുക്കൊന്ന് അടച്ചിത്തിരി വരെ ഇട്ട് കൊടുക്കാം. കൊഞ്ച് ചെറിയ കൊഞ്ച് കേട്ടാണ്ട, അത് മൊരിഞ്ഞ് വന്നപ്പോൾ ചേർത്ത്. എല്ലാം റെഡിയായി. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കാം. അങ്ങനെ നമ്മളെ ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇതാ കാണാൻ തന്നെ എന്തോ ഒരു ഭംഗി. നീ ലേശം ഒന്ന് കാണിച്ചു തരാം കേട്ടാ. ചെമ്മീൻ ആണോ? നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. കാണാൻ തന്നെ എന്തോ ഒരു ഭംഗി. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോകൾ തുടർന്നും കാണണം. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ടാറ്റാ.